വിവാഹം കഴിച്ച് ചതുരംഗപ്പടയുടെ അകമ്പടിയുടെ ദേഹത്തിൽ കൊണ്ടുപോകേണ്ട നിന്നെ പരമേശ്വരൻ കല്യാണം കഴിച്ചാൽ മുതുകാലപ്പത് എത്തിക്കൊണ്ടുവരിക അതിനെയാണോ ഇങ്ങനെ സ്വയം ഇവർക്ക് കുറേ വർത്തമാനം പറയുന്നത്. കുറെ പറഞ്ഞു കഴിയുമ്പോൾ ശ്രീപാർവതി പറഞ്ഞു, ഇത്ര നേരം നിങ്ങൾ ദേവാദേവിനെ ആക്ഷേപിച്ചിട്ട് ഞാൻ ഉണ്ടാകുന്നത് എന്താണെന്നറിയോ? അതിഥി ദേവോ ഭവ. അതുകൊണ്ടാണ് അതിഥിയെ ദേവനോട് കണക്കാക്കണം. എന്നിട്ട് ശിവപുരാണം ഉടനീളം നോക്കിയാൽ പരമേശ്വരൻ ശ്രീപാർവതിയെ ഉപദേശിച്ച ഒരുപാട് ശ്ലോകങ്ങളാണ്, ഒരുപാട് കഥ പറഞ്ഞു കൊടുത്തതാണ്. പക്ഷെ ആളറിയാതെങ്കിലും ശ്രീപാർവതി പരമേശ്വരൻ ഉപദേശിച്ച ഒരു ശ്ലോകമല്ലോ ആളറിയാതെ. ഈ ബ്രഹ്മചാരി വർത്തമാനം പറയുന്നത് തന്നെ എന്നും കാണാൻ ആഗ്രഹിച്ച മതിയായി സ്വീകരിക്കുന്ന പരമേശ്വരൻ അറിയാതെ ശ്രീപാർവതി പറഞ്ഞൊരു ശ്ലോകമുണ്ട്. ഇന്ന് മലയാളക്കാർ ഇവിടെ നടന്നിരിക്കുന്ന ഒരു ശ്ലോകം. മലയാളത്തിലല്ല, ഭാരതമല്ല, ലോകം കൂടെ നടത്തിയെടുക്കുന്ന ഒരു ഉപദേശം പറഞ്ഞത് ഇങ്ങനെയാണ്: കേവലം മഹദൂർ അപഭാഷത്തെ ശുദ്ധോതി യസ്മാദി സപ്പാവം. മഹത്വമെന്ന വ്യക്തിത്വങ്ങളെ, ഗുരുക്കന്മാരെ, പ്രായമായവരെ, മാതാപിതാക്കളെ, ആ ബഹുമാനിക്കുന്ന വ്യക്തിത്വങ്ങളെ ആരെങ്കിലും ആക്ഷേപിച്ച് സംസാരിച്ചാൽ അത് മഹാപാപമാണ്. ആ സംസാരിക്കുന്നതിനേക്കാൾ വലിയ പാപമാണ് അത് കേട്ടുകൊണ്ടിരിക്കുന്നത്. പരമേശ്വരനോട് ദൈവാത്മകളുടെ ഉപദേശമാണ്. ഇത്ര നേരം നിങ്ങൾ പരമേശ്വരനെ ആക്ഷേപിച്ചു. ആക്ഷേപിക്കുന്ന മഹാപാപത്തേക്കാൾ വലിയ പാപമാണ് അത് കേട്ടുകൊണ്ടിരിക്കുന്നത്. പറയുമ്പോൾ ഓർത്തോണം കേട്ടോ. മഹാപാപമാണ്. തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറഞ്ഞൊരു പദ്ധതി ഉണ്ട്, നല്ല കാര്യമാണ് അല്ലെ? സഹോദരിമാർക്കെല്ലാം 10 രൂപ കിട്ടുന്ന കാര്യം എനിക്ക് ഇഷ്ടമാണ്. തൊഴിലുറപ്പ് പദ്ധതി അയ്യോ 3000 കൊണ്ട് 4 വാങ്ങുന്നതാണ്. അത് കഴിഞ്ഞിട്ട് എല്ലാം മറ്റുള്ളവരെ വിമർശിക്കുമ്പോൾ അത് പാപമാണെന്ന് മാത്രമല്ല കേട്ടുകൊണ്ടിരിക്കുന്ന അതിനേക്കാൾ വലിയ മഹാപാപമാണ്. ഇത് പറഞ്ഞിട്ട് ശ്രീപാർവതി എന്ത് ചെയ്തു? ഇനി കേട്ടുകൊണ്ടിരിക്കാൻ എനിക്ക് സാധ്യമല്ല. അതുകൊണ്ട് ഒറ്റ ചാട്ടം ആ തപസീകരണത്തിന് ഇറങ്ങിക്കൊണ്ട് വന്നിട്ട് ആശ്രമത്തിലേക്ക് വെട്ടിത്തിരിക്കുകയും പോകുമ്പോൾ വരാമെന്ന് ഒരു കാര്യങ്ങളാണ്. ഇത്ര നേരം പറഞ്ഞത് മുഴുവൻ ഞാൻ കേട്ട് സഹിച്ചു. ഇനി ദേവാദിദേവനെ കുറിച്ച് ഒരക്ഷരം നിങ്ങൾ ഉയർത്തിപ്പോയെങ്കിൽ എന്റെ പാതിവൃത്യമാകുന്ന വരവരൻ കൊണ്ട് ശപിച്ച് ഭസ്മമാക്കുകയായിരുന്നു. ആ പോയിന്റ് വളരെ ശ്രദ്ധിക്കണം. ശ്രീപാർവതി പറഞ്ഞത് പഞ്ചാഗ്നിമധ്യത്തിൽ അപർണയായി തപസ് ചെയ്ത തപശക്തി കൊണ്ട് നിങ്ങളെ ശപിക്കുമെന്നല്ല. ഞാൻ അതുകൊണ്ട് പാതിവൃത്യമാകുന്നു വരവരൻ കൊണ്ട് ഞാൻ ശപിച്ച് ഭസ്മമാക്കുന്ന പറഞ്ഞത്. ചാരിത്ര ശുദ്ധിയാകുന്ന കർമ്മത്തോടുകൂടിയ ഭാര്യയെ ലഭിച്ചാൽ അതിനേക്കാൾ വലുതെന്ന് ലഭിക്കാനെന്ന്. ചാരിത്ര ശുദ്ധികളിൽ പെണ്ണ് കുടുംബത്തിന്റെ നായികയാണ്. ദൈവത്തെ തൊഴാതെ തന്ത്രാണാതെ നിത്യവും തൊഴിലെഴുന്നേൽപ്പവൾ പെയ്യുന്നു ഭൂമിയിൽ മഴ പെയ്തിടും. ഇത് പഠിപ്പിക്കുക. ദൈവത്തെ തൊഴാതെ, ദൈവത്തെ തൊഴാമല്ല, ദൈവത്തെ പോലും തൊഴാൻ പോകാത്തൊരു പെണ്ണ്, ഒരു വീട്ടമ്മ തൻ പ്രാണനാഥനെ നിത്യവും തൊഴിലെഴുന്നേൽപ്പവൾ പെയ്യുന്ന ഭൂമിയിൽ മഴ പെയ്യും. അതാണ് പാതിവൃത്യത്തിന്റെ ബന്ധം. ശ്രീപാർവതി പറഞ്ഞതാണ്, ഞാൻ പതിവതയാണ്. ആ പാതിവതയുടെ ശാപമേറ്റാൽ നിങ്ങൾ ഭസ്മമാകും. പഞ്ചാധിപത്യത്തിലെ തപസ്സിന്റെ വിലമെന്നല്ല, പാതിവൃത്യമാകുന്ന വരണമെന്നാണ് പറഞ്ഞത്. അത്രി മഹർഷിയുടെ ഭാര്യയാണ് മനസ്സിലാക്കുക. വളരെ ദാരിദ്ര്യമായിട്ട് പഴയ കാലത്ത് വസ്ത്രങ്ങൾ വാങ്ങാൻ തുണി വാങ്ങാനുള്ള ദാരിദ്ര്യം നമുക്ക് ഒത്തിരി ദാരിദ്ര്യം അനുഭവിച്ചത്. സ്കൂളിൽ പഠിക്കാൻ സമയത്ത് നമുക്ക് 1-2 രൂപയൊക്കെ കാണുന്നുണ്ട്. ചിലപ്പോൾ രാത്രി കഴുകിയിട്ട് ഉണക്കിയാൽ രാവിലെ സ്കൂളിലിട്ടുള്ളൂ. ഉണങ്ങാത്തതിന് എന്തെങ്കിലും അടുപ്പ് കണ്ടുകൊണ്ടെങ്കിൽ കയറി കെട്ടി അടുപ്പിന് കഴുകിയിട്ടു രാവിലെ ഉണങ്ങുന്നുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. മണ്ണെണ്ണൊക്കെ വെച്ചാൽ നമ്മൾ അധികം പഠിച്ചത് ഇലക്ട്രിസിറ്റി ഒന്നുമില്ല. സൂര്യനൊക്കെ ഇലക്ട്രിസിറ്റി ഇല്ല, മണ്ണെണ്ണ. മണ്ണെണ്ണൊക്കെ അലുമിനിയം തീകളുണ്ട്. അതിനകത്ത് ഈ മണ്ണെണ്ണ
അതില്ലാതെ വന്ന ഞങ്ങൾ വിളക്ക് വാങ്ങിക്കാൻ പൈസ ഇല്ലെങ്കിൽ ഒഴുകിയ മനുഷ്യക്കുപ്പിന് അടപ്പൊക്കെ കിഴിച്ചിട്ട് ഞങ്ങൾ ചില റബ്ബർ വെട്ടിന്റെ ചില്ല് ചുരുങ്ങി അതിനകത്ത് തുണി കഴിഞ്ഞിട്ട് മണ്ണെണ്ണ ഒഴിച്ചിട്ട് കത്തിച്ചത് വെച്ച് പണിയും. ഈ മണ്ണെണ്ണ വെള്ളത്തിൽ നമ്മളോട് ഭയങ്കര വിരോധമാണ്. നമ്മൾ എവിടെ പഠിക്കുന്നു ഇതിനൊക്കെ നമ്മുടെ വളരെ പണിയും. പിന്നാണ് അതിന്റെ ഫിസിക്സ് ഒക്കെ മനസ്സിലാക്കി ശ്വാസം കഴിക്കുന്നത് അടിയിലോട്ട് വരുന്നതൊക്കെ പിന്നെ മനസ്സിലായി. ദാരിദ്ര്യം നമ്മൾ ഒരുപാട് അനുഭവിച്ചിട്ടാണ്. ഒരു തുണിക്കത് മറുപടിയില്ല. നമുക്കൊക്കെ അത് തുണിയേക്കാളുള്ള സോപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആരെ സോപ്പ് നോക്കി അതിന്റെ പേരുണ്ട്. പിന്നെ അടിക്കുന്നത് സോപ്പ് അതൊക്കെയാണ് ഉണ്ടായിരുന്നത്. കുളിക്കാൻ തന്നെ സോപ്പ് വീട്ടിലൊന്നും ഇല്ല. സോപ്പില്ലാതാണ് കുളി. അതുകൊണ്ട് ഈ അൻപത് സോപ്പാണ് ചുമന്ന രണ്ടായിട്ട് ഓരോ വർഷം തരും. അങ്ങനെയൊക്കെ നമ്മൾ ദാരിദ്ര്യം ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. അത് തുണിക്ക് വില ഉണ്ടാകും നമുക്ക് അറിയാമായിരുന്നു, ബുദ്ധിമുട്ട് അറിയാമായിരുന്നു. ഇപ്പൊ സമ്പന്നത കൂടി അഹങ്കാരം കൂടി അതാ വന്നിരിക്കുന്നത്. അതുകൊണ്ട് അത്രിവർത്തിക്ക് മനസ്സിലേക്ക് കൂടി ഒരു ജോലി വസ്ത്രമേ ഉള്ളൂ. അത്രിവർത്തി പുറത്തു പോകുമ്പോ അനസൂയ വസ്ത്രമില്ലാതെ വിവസ്ഥയായി ആശ്രമത്തിൽ വാതിലടച്ചിരിക്കും. തുണി ഉടുത്തുകൊണ്ട് മഹർഷി കൊണ്ടുപോയിരിക്കാം. അതേ തിരിച്ചു വരും വൈകുന്നേരത്തെ പൂജയ്ക്കുള്ള സാധനങ്ങൾ എടുക്കണം, പകരമൊക്കെ എടുക്കണം. അപ്പൊ അനസൂയക്ക് പുറത്തു പോകണം. ഈ വസ്ത്രം അത്രിവർഷ ആശ്രമത്തിനുള്ളിൽ വാതിലടച്ച് നഗ്നായി ഒരു വസ്ത്രം അനസൂയക്ക് കൊടുക്കും. അത് ഉത്തരവോ രണ്ടുപേർക്കും ഒരു വസ്ത്രമേ ഉള്ളൂ. അത്രിവർഷം പുറത്തു പോയിരിക്കുക. മഹാഭാരതത്തിന്റെ കഥയാണ്, ചാരിത്രം പഠിപ്പിക്കുന്ന കഥ എന്ന് അറിയേണ്ട കഥ. ഞാൻ എല്ലാ കമ്മീഷന്റെ കൗൺസിലിൽ സംഭവം പറഞ്ഞിരുന്ന അവസാനിപ്പിക്കുകയാണ്. ഈ ഫാമിലി കൗൺസിലിംഗ് വേണമെന്ന് വിളിച്ചവരാണ് പറഞ്ഞതുകൊണ്ട് അതിനിടയ്ക്കൂടെ മുന്നിട്ടതാണ് സംഭവം. അങ്ങനെ അത്രിവർഷം പുറത്തു പോയിരിക്കുന്നു. അനസൂയക്ക് വസ്ത്രമില്ല, ആശ്രമം അടച്ചിരിക്കുക. 3 ചെറുപ്പക്കാർ ആശ്രമത്തിന്റെ മുന്നിൽ. ആദ്യ സുന്ദരന്മാരായ 3 ചെറുപ്പക്കാർ. അവർ സാധാരണക്കാരാണ്. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരാണ്. ബ്രഹ്മാവും മഹാവിഷ്ണു പരമശിവനും 3 ചെറുപ്പക്കാർ രൂപത്തിൽ വന്ന് അനസൂയയുടെ താമസിക്കുന്ന ആശ്രമത്തിന് മുറ്റത്ത് വന്നിട്ട് 3 പേരെ പറഞ്ഞു, അവതരിപ്പിച്ചാണ്ടേ വല്ലൊരു ഭരണത്തിൽ വന്ന കൃഷിയായിരിക്കുമെന്ന ആളറിയാതെ ബന്ധിക്കാൻ ഈ സാധാരണക്കാരാണ് വിചാരിക്കുന്നത്. പിറ്റേ ആയിരിക്കുന്ന സമയത്ത് ആശ്രമത്തിന്റെ ഉള്ളിൽ മുനി യാചിച്ചു കൊണ്ടുവന്ന ധാന്യമോ മറ്റു സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. പക്ഷെ അനസൂയക്ക് പുറത്തിറങ്ങി ദാനം കൊടുക്കാൻ പറ്റുന്നില്ല. ദാനം ചോദിച്ചാൽ അകത്തുണ്ടെങ്കിൽ വെട്ടമില്ലെന്ന് പറയുന്നത് അതേക്കുള്ള ഉള്ളതില്ല. അത് വലിയ സാധനമാണ്. ദാനം കൊടുക്കണം. പക്ഷെ അനസൂയക്ക് വസ്ത്രമില്ല. പുറത്തിറങ്ങാൻ പറ്റുമോ? പുറത്തിറങ്ങാൻ മഹാഭാരതത്തിലെ കഥയാണിത്. പുറത്തിറങ്ങാൻ പറ്റില്ല. അപ്പോൾ എന്ത് കഴിയുന്നു? അനസൂയ ദാനോദകം. ദാനം കൊടുക്കുന്നതിന് ആദ്യം ഉദകം കൊടുക്കണം. ആദ്യം കൊടുക്കുന്നത് വെള്ളമാണ്, ഭക്ഷണം രണ്ടാമതാണ്. പഴയ കാലത്ത് ഈ സംഭവന കൃത്യമായി പാലിക്കുമായിരുന്നു. ഇലയിട്ട് കഴിഞ്ഞാൽ ആദ്യം തീയും ഉപ്പ് വയ്ക്കും, പിന്നെ തീയും നാശം കൊടുക്കും, പിന്നെ വെള്ളം ഒഴിക്കും. ഉദകം വേണം ആദ്യം കൊടുക്കാൻ. അതുകൊണ്ടാണ് ക്ഷേത്രത്തിലേക്ക് പ്രസാദത്തിന് ആദ്യം വെള്ളമാകുന്നത്. ആ വെള്ളം കുടിച്ചു കഴിയുമ്പോഴാണ് പിന്നെ പ്രസാദം കൈകൊണ്ട് വരുന്നത്. അരിപ്പാട് അമ്പലത്തിൽ ഉദ്ഘാടനത്തിൽ പഴയ കാലത്തിൽ വന്നു ദേവസ്വം വന്നു. അയാൾ അമ്പലം എന്താണെന്ന് വിശ്വാസം ഇവരെക്കുറിച്ച് മന്ത്രിയാക്കുന്നത് ആദ്യം തന്നെ അല്ലേ? ദേവസ്വം എന്താണ്, ക്ഷേത്രം എന്താണ്, ഒന്നും വിശ്വാസമൊന്നുമില്ല. ക്ഷേത്രം ഉരുത്തി പണിയപ്പെട്ട് സമർപ്പിക്കാൻ വേണ്ടി മന്ത്രിയായിരുന്നു വിചാരിച്ചാണ് ചോദിച്ചത്. വൈകുന്നേരത്തെ സമയം എല്ലാ സമർപ്പിച്ച് ദീപാരാധന നടക്കുകയാണ്. മന്ത്രി ഒന്നിച്ചത് വീടുന്നില്ല. ബിയൊക്കെ വളരെ നീങ്ങുന്നുണ്ട്. ശാന്തിക്കാരൻ മേൽശാന്തി നട തുറന്നപ്പോഴേക്ക് കിണ്ടിയിൽ ആലോചനമുണ്ട്. കിണ്ടിയിൽ വെള്ളം, അത് കിണ്ടിയിൽ വെള്ളം കണ്ടിട്ട് മന്ത്രി ഇങ്ങനെ കൈവരിക്കും. എല്ലാവരും വെള്ളം ഒഴിച്ചു കൊടുത്തു. ഈ വെള്ളം എവിടെയൊന്നും മന്ത്രിക്കറിയത്തില്ല. കുടിച്ചു. അത് കഴിഞ്ഞ് മേൽശാന്തി പ്രസാദം പൂവും വസ്തുവും ചന്ദ്രനെല്ലാം കൂടെ ചുറ്റി മന്ത്രിയുടെ കൈലോട്ട് കൊടുത്തു. അപ്പോഴേ ചുറ്റി മാറ്റാൻ സാധിച്ചു. കാരണം പുള്ളിക്കാരൻ്റെ വെള്ളം തിന്നാനുള്ളതാണ്. അതാണ് ദാനോദകം. ആദ്യം കൊടുക്കണം, പിന്നെയാണ് ദാനം. ഭക്ഷണം കൊടുക്കാൻ ആദ്യം വെള്ളം കൊടുക്കണം. നമ്മൾ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു വീട്ടുകാരുടെ വീട്ടിൽ പോയി കഴിച്ചു, വീട്ടിൽ കഴിയുന്ന ആദ്യം അവരെ ചോറെടുക്കട്ടെ നമ്മൾ വിളിക്കുന്നു. നമ്മുടെ വീട്ടിൽ ആദ്യം കുടിക്കാനെടുക്കട്ടെ. ഇത് ഭാരതത്തിന്റെ സംസ്കാരമാണ്. ദാനം കൊടുക്കുന്ന ഉദകം കൊടുക്കണം.
കിണ്ടിയിൽ വെള്ളമുണ്ടായിരുന്നു. അനസൂയ ദാമോദരൻ കയ്യിലേക്ക് വിളിച്ചിട്ട് ആശ്രമത്തിന്റെ കിളിവാതിലൂടെ പുറത്തുനിൽക്കുന്ന 3 ചെറുപ്പക്കാരെ ശക്തമായി തളിച്ചുകൊണ്ട് ഒരു ശാപം, അദ്യ നവജാത ശിശു, നിങ്ങൾ 3 പേരും ഇപ്പൊ തന്നെ നവജാത ശിശുക്കളാകട്ടെ. ഇപ്പൊ പറഞ്ഞ കുഞ്ഞുങ്ങളാകട്ടെ, ഇപ്പൊ പറഞ്ഞ കുഞ്ഞുങ്ങളാകട്ടെ. ആരെയാ ശപിച്ചത്? ത്രിമൂർത്തികളാണ്. ഓംകാരമായ ഒരു മൂന്നായി പിരിഞ്ഞുടനെ അകാരമായ ഒരു കൽപ്പന സാക്ഷികൾ ബോധം പരുത്തുപതിയാളായി നിന്ന പരമാചാരൂപഹരി നാരായണായ നമ ഒന്നായ നിന്റെ ഇഹരന്നു കണ്ടവർ. മൂന്നായി പിരിഞ്ഞിരിക്കുന്ന ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരാണ്. അവരുടെയാണ് സാധാരണക്കാരായ പെണ്ണ് ശരീരം നിങ്ങൾ ഇപ്പൊ പറഞ്ഞ ശിശുക്കളാണ്. ആദ്യ നവജാത ശിശുഭവ 3 പേരും ദാരോദകം ശിരസിലിടപ്പോ ത്രിമൂർത്തികളും അപ്പം പറഞ്ഞ കുഞ്ഞുങ്ങളായാണ്. ജനിച്ചു വീണ കുഞ്ഞുങ്ങളായി മലന്ന് കിടന്ന് വെള്ളേന്ന് കരയാൻ തുടങ്ങി. നവജാത ശിശുക്കളുടെ പെണ്ണിന്റെ ശരീരമാണ് അവർക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഇറങ്ങി വന്ന് 3 പേരെയും തലയുടെ ഭാഗത്ത് കൊണ്ടുവന്ന് ദാനം വെച്ചു. ആശ്രമത്തിലുള്ള ധാന്യങ്ങളോ ദാനങ്ങളോ ഒക്കെ വെച്ചിട്ട് അനസൂയ അകത്ത് കയറി ആശ്രമം അകത്ത് കഴിയപ്പോഴാണ് ത്രിമൂർത്തികൾ പഴയ തിരിച്ചിരിക്കുന്നത്. അനുസൂയ തപസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അനുസൂയക്കാരുടെ ഭരണം കൊടുക്കുന്നുണ്ടോ? ഇല്ല. പിന്നെ അനുസൂയ പേരെന്താണ്? അനുസൂയ പാതിവതയാണ്. ഒരു 100 കഥയിൽ പുരാണത്തിലുണ്ട്. ഇവിടെ സംഭവിക്കുന്നതാണ് പാതിവൃത്യവും ചരിത്രവും ചോദ്യം ചെയ്യുന്നത്. പെണ്ണിയെ മാത്രമുള്ള പാതിവൃത്യം അവിടെ ചാരിത്രമായിട്ടും സംസ്കൃതിയായിരിക്കണം. മറ്റേ ഭാഗമാണ് അധികാരം പറഞ്ഞു കൊടുക്കുന്നില്ല. നിങ്ങൾ കേട്ടോ, ഒരു മഹാവിൽ പറഞ്ഞിരിക്കുന്നത് വീക്ഷണം പരനായിനാം കാമസങ്കൽപഭൂപകം തത്സല്ലാവച്ച തദ്യോഗോ വ്യഭിചാര ഇതി സ്മൃത. ഒരു അന്യ പെണ്ണിനോട് ആഗ്രഹത്തോടെ നീ നോക്കുന്നു, അവളോട് സല്ലപിക്കുന്നു, ഒരു പഠിപ്പിക്കുന്നു വ്യഭിചാര ഇതി സ്മൃത. അന്യ പെണ്ണിനോട് നോക്കിയാലും അവരോട് ദുരുദ്ദേശത്തോടെ സല്ലപിച്ചാലും അത് വ്യഭിചാരമാണ്. അങ്ങനെ ചെയ്തു വരുന്ന പ്രശ്നം എന്താണ്? സ്ഥാന മാന ധന ജ്ഞാന ആചാരണാം സ്വപ്രസിദ്ധ പ്രാണസ്യ കാലികോ ദാസോ വ്യഭിചാരേണ ജായതേ. അങ്ങനെ ചെയ്യുന്ന പുരുഷന്മാരുടെ സ്ഥാനം പോകും, മാനം പോകും, ധനം പോകും, ആചാരം പോകും, കുടുംബം തകരും. കാലക്രമത്തിൽ അകാല വൃത്തികളും ഇടയാക്കും. രഹസ്യങ്ങളിൽ പോയി എത്ര പുരുഷന്മാരെ ബുദ്ധി വന്നത് അല്ലെങ്കിൽ എത്ര സംഭവമാണ് അറിയുന്നത്. ഒരു പഠിപ്പിച്ചതാണ്. ഒരു പുരുഷന്മാരെ സൂക്ഷിക്കണം. എല്ലാ കമ്മീഷനും കേസ് കൗൺസിൽ ചെയ്യുന്നത് മുതലാണ് കുറിച്ച് 2ാം നിലയിലെ കൂടുതൽ നിന്നാണ് കൗൺസിൽ ചെയ്യുന്നത്. അപ്പോൾ ഇയാളുടെ പരിപാടി ഇയാളുടെ രഹസ്യ ഏർപ്പാടുകളുണ്ട്. ഭാര്യ അതിന്റെ നിത്യവുമായിട്ടാണ്. അപ്പൊ ഈ 10ാം ആദ്യം വരെ പറയുന്നത് വെറും സംശയങ്ങളുണ്ട്. എന്റെ കയ്യിൽ അങ്ങനെ യാതൊരു വൃത്തികളില്ല, വളരെ സാഫായ മനുഷ്യനാണ്, എനിക്കൊരു കുഴപ്പമില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഞങ്ങളുടെ പോയി പറ്റത്തില്ല. മനഃശാസ്ത്രം പഠിച്ചുകൊണ്ട് പ്രശ്നമുണ്ട്. ഞങ്ങളുടെ ഒരു വർത്തമാനം പറയാൻ ഞങ്ങൾ നോക്കുന്നവരുടെ കണ്ണങ്ങനെ, അവരുടെ കൈയങ്ങനെ, കാലങ്ങനെ, ചുണ്ടങ്ങനെ, അത് കേട്ടാൽ നിങ്ങൾക്ക് അറിയാൻ കള്ളം പറഞ്ഞാൽ അപ്പ മനസ്സിലാകും. അല്ല മനസ്സിൽ മുഖം മനസ്സിന്റെ കണ്ണാടി എന്ന് പറയത്തില്ലേ, മനസ്സിൽ ഇവനോട് കണ്ണാടി മനസ്സിലായി. ഇവർ എന്തൊക്കെയോ ഏർപ്പാടുകളുണ്ട്. കുടുംബങ്ങളൊക്കെ എല്ലാം ഉണ്ടാകുന്നത് ചോദിച്ചു ഒരു കാക്ക് അതേ കഴിയുമ്പോൾ അതേ ചോദിച്ചു അവസാനം എല്ലാം തുറന്ന് പറയും. അവസാനം നീക്കക്കള്ളി ആ 2ാം നിലയിൽ താഴെ ഒരു സ്കൂട്ടർ എന്നെ ചുറ്റിക്കാണുന്നുണ്ട്. ഓക്കെ ആയിരിക്കും സ്കൂട്ടർ കണ്ടോ എന്നാണ് കാണുന്നത്. അതാണ് വിശ്വസാഹിത്യ കൃതികൾ എത്രയോ നമ്മൾ വായിച്ചു. ഷേക്സ്പിയർ എത്രയോ ഗ്രന്ഥങ്ങൾ വായിച്ചു. ലോകത്ത് ഇന്നുവരെ ആരും ജീവിതത്തെ സ്ഫൂർത്തനോട് ബന്ധിച്ചില്ല. എന്ത് ഉദാഹരണമായ ഉദാഹരണം ജീവിതത്തിൽ സ്ഫൂർത്തനമാണ്. എന്നിട്ടാ മതിയാ സ്ഫൂർത്തനം ഉണ്ടെങ്കിൽ 2 വീട് വേണ്ടേ? പറഞ്ഞു വേണം. ഒരു വീട് വരണ സ്റ്റെപ്പിനി വേണ്ടേ? അപ്പൊ ഞാൻ പറയണ സ്റ്റെപ്പിനി എന്ന് പറയുന്ന ആടുകൊണ്ട് ഓടിക്കേറി അഴിപ്പിച്ച സാധനമാണ്. അതെപ്പോഴും കുട്ടികളുടെ വഴികാക്കാൻ ഞാൻ സ്റ്റെപ്പിനി പരിപാടി പാടില്ല. കാരണം സ്ഥാനം പോകും, ധനം പോകും, മാനം പോകും, കുലം പോകും, ആചാരം പോകും, അവസാനം
വളരെ നഷ്ടപ്പെട്ടു. സ്ത്രീകൾ ചാരിത്ര്യമായിരിക്കണമെന്ന് ഭാരതം പഠിപ്പിക്കുന്ന ഗുരുക്കന്മാർ പഠിപ്പിക്കുന്നു. ഇവിടെ എന്താ തകരാറുണ്ടായോ? ഏത് കാര്യത്തിലും കൗൺസിൽ പറഞ്ഞില്ല. സംഭവം ഇതാണ്, പല വീട്ടമ്മമാരും സ്വകാര്യ മേഖലയോ സർക്കാർ മേഖലയോ ഓഫീസിലോ കടകളിലോ ജോലി ചെയ്യുന്നവരാണ്. അവരവിടെ ചെന്നിട്ട് വീട്ടിലെ പ്രശ്നങ്ങളെല്ലാം സഹപ്രവർത്തകരോട് പങ്കുവയ്ക്കും. അമ്മാവിനെ എങ്ങനെ ഭർത്താവ് അങ്ങനെ നാപ്പൂർ അങ്ങനെ കൊച്ചുകൾ എങ്ങനെ അങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇങ്ങനെ ചെയ്യുന്നത് സഹപ്രവർത്തകർ ഇതെല്ലാം കേട്ട് സമാധാനമെല്ലാം പറയുമ്പോൾ അതിൽ ചില വില്ലന്മാരായ പുരുഷന്മാരാണ്. അവരിൽ കേട്ടിട്ട് ഈ വീട്ടമ്മയ്ക്ക് അങ്ങോട്ട് സമാധാനങ്ങൾ പറഞ്ഞോളൂ. അത് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം. അപ്പൊ ഇവരോട് വിചാരിക്കുന്നറിയപ്പോ എന്റെ ഭർത്താവിനേക്കാൾ അവൻ മനഃപൂർവ്വം പ്രാപണ്ടാകാനാണ് ജീവിതത്തിൽ മനസ്സിലാക്കില്ല. വണ്ടിയിൽ അവസാനം ഇതിനോടെല്ലാം എല്ലാം എല്ലാം തുറന്നുപോയി. തുറന്നു കഴിയുമ്പോൾ ഇവൻ വലിയ സഹായിയായിട്ട് കരുതും. അവൻ ആ രീതിയിൽ അഭിനയിക്കും. അങ്ങനെ ഇരിക്കവേ തമ്മിൽ നമ്പറുകൾ കൈമാറും. ഇതിനാണ് ഞാൻ കൗൺസിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഈ മൊബൈൽ നമ്പർ അങ്ങനെ കൊണ്ട് കൈമാറും. ആ മൊബൈലിനകത്ത് ഒരു ആപ്ലിക്കേഷൻ വാട്സ്ആപ്പ് പഞ്ചതന്ത്രത്തിൽ നമ്മൾ ആപ്പിന്റെ കഥ പഠിച്ചിട്ടുണ്ട്. പഴയ കാലഘട്ടത്തിൽ സ്വാമിത്വം വരുന്നതിന് മുമ്പേ സത്യകാലത്തിൽ നിങ്ങൾ വെച്ചാൽ ഉയരത്തിൽ സ്ഥാനത്തെ കൊണ്ട് തടി കയറ്റി വെച്ച് വളരെ ഈർച്ചതാളുകൾ താഴോട്ട് മുകളിലേക്ക് പണി. ഒരു കുഴവൻ മരത്തിൽ നിന്ന് കണ്ടുകൊണ്ടിരുന്നു. അവൻ ആദ്യമായിട്ട് പണി കാണുന്നത് അപ്പോഴവൻ ഭക്ഷണത്തിന് പോയ സമയത്ത് മരത്തിലെ ഉരുപ്പാടുകൾ കുടിച്ചിരാതിരിക്കുമ്പോൾ ആ പഠിച്ചു കഴിഞ്ഞിട്ട് അവരുടെ